ചെയിൻ സ്റ്റിച്ച് കഴിഞ്ഞാൽ ക്രോഷയുടെ ഫസ്റ്റ് ബേസിക് സ്റ്റിച്ചാണ് സ്ലിപ്പ് സ്റ്റിച്ച്. ക്രോഷയുടെ ഫൗണ്ടേഷൻ സ്റ്റിച്ചായ ചെയിൻ സ്റ്റിച്ചിന്റെ മുകളിലാണ് എല്ലാ സ്റ്റിച്ചസും ചെയ്യുന്നത്. ഇനി നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 5 ചെയിൻ സ്റ്റിച്ച് ഓൾറെഡി ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാ റോയും ചെയ്യുമ്പോഴും നമ്മൾ ഓരോ ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇനി രണ്ടാമത്തെ സ്റ്റിച്ചിന്റെ ഉള്ളിൽ കൂടി ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. ദെൻ yarn ഓവർ ആ സ്റ്റിച്ചിന്റെ ഉള്ളിൽ കൂടി തന്നെ ഹുക്ക് പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ 2 ലൂപ്പ് ഉണ്ടാകും. പുറത്തേക്ക് എടുത്ത ലൂപ്പ് തന്നെ ഈ ലൂപ്പിന്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് എടുക്കുക. എപ്പോഴും ഹുക്കിന്റെ മേളിൽ ഒരു ലൂപ്പ് ഉണ്ടാവും, അതാണ് വർക്കിംഗ് ലൂപ്പ്. ഒന്നുകൂടെ കാണിച്ചു തരാം. ഈ ഒരു സ്റ്റിച്ചിന്റെ ഉള്ളിൽ കൂടി ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ദെൻ yarn ഓവർ ആ സ്റ്റിച്ചിന്റെ ഉള്ളിൽ കൂടി തന്നെ ഹുക്ക് പുറത്തേക്ക് എടുക്കാം. അതുകൊണ്ട് നമുക്ക് ഇവിടെ 2 ലൂപ്പ് ഉണ്ടാവും. പുറത്തേക്ക് എടുത്ത ലൂപ്പ് തന്നെ ഈ ലൂപ്പിന്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇത് തന്നെ നമുക്ക് 3 പ്രാവശ്യം കൂടി ചെയ്യാം. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ ബൈ.